ചേമ്പുന്തണ്ട കൊടുന്നു തന്നെ ആ മരത്തിൽ വെച്ചേ ചേമ്പുന്തണ്ടും ചേമ്പുന്തണ്ടും ചക്കക്കുരും കൊടുത്തു തരാന് കൊല്ലങ്ങട്ട് ഇതേ കൂട്ടാൻ വെക്കാൻ കറി വേണ്ടേ ഇത് നനി കുട്ടിയെ ഈ മാസം നമ്മളെ അച്ഛനക്ക് പൈസ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മള് കൃഷി ചെയ്ത അത് മാത്രമല്ലേ പറ്റുക പിന്നെ അമ്മമ്മക്ക് എവിടെ മോളെ മുത്തശ്ശി ഇല്ല കാലത്ത് അവർ ചക്കക്കുരി എല്ലാതും അവർ കഴിച്ചു ചെയ്യുമ്പോൾ തന്നെ എല്ലാതും അവർ കഴിച്ചിരുന്നു എന്താ സംസാരം ഒന്നുമില്ല അമ്മേ ഇവൾക്ക് എന്നും ചക്കക്കുരും ഈ ചേമ്പും തന്നെ അത്ര കറി നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ ഈ മാസമൊക്കെ മുത്തച്ഛൻ്റെ കുട്ടിക്ക് എന്താ വാങ്ങത് വന്ന മുത്തച്ഛൻ ചോദിച്ചല്ലേ ഞാനെന്ന് വെറ്റ് മുടുക്കട്ടോ പറ്റില്ല എന്താ എന്താ കണക്ക് എന്നിട്ട് നമ്മളുടെ അമ്മനെ ചോദിച്ചത് അപ്പൊ അച്ഛനും വല്ലതും പണി വേണ്ട അച്ഛന് പണി ഇല്ലല്ലോ എൻ്റെ അച്ഛൻ നേരം കൊടുക്കുമ്പോ തലക്കൊക്കെ പോകും പണി വേണ്ടേ മഴയല്ലേ അമ്മ ഓളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഓർക്കും അങ്ങനെ പഠിച്ചിട്ട് അറിയില്ല ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ചേമ്പുണ്ടെന്നും ചക്കക്കുട്ടിയും പക്കാനും അറന്നോർക്ക് തിന്നാനും ഇടുന്നുണ്ട് ഓർക്കിപ്പോൾ ഇറച്ചി മീന് മുട്ട അങ്ങനൊക്കെ പേർക്ക് പറ്റും ഓടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ചേമ്പുണ്ടെന്നും ചക്കക്കുരും ചാപാടിയും ഒക്കെ തിന്നുണ്ട് ഇതേ കാരണം എടുത്തിട്ട് ഞാൻ പാടിനെ കേട്ടോ മുറ്റത്തിനുള്ള കാലത്ത് മുറ്റത്തിന് എത്രയും ഒരു പണിയുണ്ട് എത്രയും പണി ഉണ്ടാകുമ്പോൾ മുറ്റത്തിന് ഇങ്ങനെ കട്ടവും കൂടൊക്കെ അന്ന് മുറ്റത്തിനും മുറ്റത്തിനും ഒന്നും കൂട്ടാൻ വെക്കാനൊന്നുമില്ല ഞങ്ങൾ പാട്ട പണിക്ക് പോയിട്ട് നെല്ലൊക്കെ കൊടുത്ത് അങ്ങനെയാണ് അന്റെ കമ്പനൊക്കെ ഞങ്ങൾ വളർത്തിക്കുന്നത് മനസ്സിലാക്കിക്കോ പണ്ടൊക്കെ നെല്ല് മുത്തച്ഛനെ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് അങ്ങനൊക്കെ തന്നെ എൻ്റെ കമ്പനൊക്കെ ഞാൻ വളർത്തിക്കുന്നത് ഒക്കെ കണ്ണും വെള്ളും വെള്ളും കണ്ണും മുട്ട കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒന്നൊന്നും പറ്റൂല മുട്ട മീനായിട്ട് എൻ്റെ അച്ഛൻ പണിയിലൊക്കെ പണിക്കാറില്ലേ അതില്ലേ ചേമ്പും തണ്ട് ചക്കക്കുരു പാറും പിന്നെ അങ്ങനെയൊക്കെ തിന്നിട്ടുണ്ടെങ്കിലും മുറ്റത്തും മുറ്റത്തിനൊക്കെ ഉണ്ടാക്കുക ഇന്നും അതിൻ്റെ കൊണ്ടൊക്കെ തിന്നണം എപ്പോഴും മുറ്റത്തുണ്ട് പണ്ടാത്തൊരു പേരും കൂടി ഇല്ല ആരാത്തൊരു പ്രാപ്തും കൂടി ഇല്ല കുട്ടികൾക്ക് മുറ്റത്തിനെ കുട്ടിക്ക് മുറ്റത്തും വരുമ്പോൾ നല്ല നല്ല സാധനമൊക്കെ കൊണ്ടാകും കേട്ടോ ഇപ്പൊ മുത്തച്ഛൻ്റെ കുട്ടികളൊക്കെ തിന്നു കേട്ടോ അമ്മ അച്ചപ്പെടുമ്പോ അപ്പനെ അമ്മ കൂടി കിട്ടിട്ടത് ഇല്ലത് തിന്നു കേട്ടാ ഇട്ടിട്ട് ഞാനൊക്കെ കണ്ടപ്പോൾ നല്ല സുന്ദര പെണ്ണ് മുത്തച്ഛനൊക്കെ കണ്ടത് കല്യാണം കഴിച്ചതാ ഞാൻ പാട്ട പണിക്ക് പോകും മുത്തച്ഛൻ്റെ കൂടെ പോകും കണ്ണു കൊണ്ട് കൊടുക്കും അങ്ങനെ പോകും അവിടെ പോയിട്ട് എന്താ കാട്ടുന്നത് മാപ്പിളക്കുട്ടികളെ കുറച്ച് നെല്ലിട്ട് എന്നിട്ട് മുത്തശ്ശി ഇവിടെ വന്നിട്ട് വൈകുന്നേരം പണിമാറ്റത്ത് കുത്തും ഓർഡറിലിട്ടിട്ട്
അതും മുട്ടതനും മുട്ടയ്ക്ക് അണ്ടത്തണ്ട് പിന്നുള്ളത് കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് എൻ്റെ മകള് ഇപ്പൊ നമ്മളെ കജിമുട്ട മുട്ടയും മീനൊക്കെ തിന്നണം. നമ്മളെ കജിമുട്ട നോക്കുന്ന കുട്ടികളും പറ്റ എവിടെ പണിയെടുക്കാനും പറ്റ നീട്ടിട്ട് നിൽക്കാൻ പറ്റ ഒരു ചൂടിട്ട് മുട്ട കേടാൻ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പറ്റ. ഞങ്ങളൊക്കെ കാലത്ത് ഞങ്ങളൊക്കെ ഉണ്ടോ മുട്ടത്തിൻ്റെ ഉണ്ടോ അതിലുണ്ടോ? അതൊക്കെ ഞങ്ങളെ ഈ ചേമ്പും തണ്ടും തക്കക്കൂടും ചീരയും തവരും ഒക്കെ ചുവടും ഉണ്ടാക്കിയതാ. അങ്ങനെ അങ്ങനെ വേണട്ടോ. ഓടുണ്ടാക്കി തന്നെ തിന്ന് കുറ്റം ഉണ്ടാതെ പച്ച വലിയ തോല് വാങ്ങാം. അങ്ങനെ പറ്റട്ടാ അമ്മ. എന്താ അതോ ഇപ്പത്തെ കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. നിങ്ങൾ ഇങ്ങനെ അതെ ഞാൻ പറഞ്ഞു കൊടുക്കണം. നമ്മളെ പയ്യെ കാറ്റ് കഴിഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞെടുക്കണം. നീരുമൊന്നും അറിയില്ലല്ലോ. നീരുമ്പോ കണ്ടപ്പോ ഇവിടെ ഇഷ്ടംപോലെ നെല്ല് കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായില്ല. കുട്ടാനൊക്കെ ഇത് നീരുമ്പോഴെന്താ കൊണ്ടോടില്ല. പൊട്ടറ്റാണ് പൊട്ട മുട്ടത്തിൻ്റെ കുട്ടിക്ക് അച്ഛൻ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിത്തരാം. പെൺവണൊക്കെ കുട്ടട്ടോ അത് വാങ്ങിത്തണ്ട. തിമ്മീനൊക്കെ വാങ്ങിത്തന്നു കേട്ടോ. എല്ലാവരും തിന്ന് കുടിക്കുക കഴിക്കുക സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. ഞാൻ എന്തെങ്കിലും കുറച്ച് ഞാൻ കഴിക്കാണ്ടോ കേട്ടോ. പിന്നെ നിങ്ങളോ മകനൊക്കെ പേര് അത് കുറച്ചേൻ്റെ ആക്കണം. ആ വരുമ്പോഴേ ഞാൻ പെൻഷൻ കാണിച്ചു നമുക്ക് കുട്ടികൾക്ക് പതാറില്ലല്ലോ. ഞാൻ മേശന്ന് പഠിച്ചിട്ടുണ്ട്. അതിനത് പിന്നോട്ട് ഉപ്പ് കൊടുത്ത് കുട്ടിത്തുള്ളി ചിക്കനോ എന്തെങ്കിലും തുള്ളി കൊടുക്കും കേട്ടോ. ആ നമുക്കൊരു ഇതാണ്